കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവ് കൂടി അന്വേഷണ പരിധിയിൽ. തിരുവള്ളൂർ സ്വദേശിയും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. റിബേഷ് രാമകൃഷ്ണ കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചത് ജിതിനിൽ നിന്നെന്നാണ് സൂചന. വ്യാജമായുണ്ടാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം വാട്സപ്പ് ഗ്രൂപ്പിലിട്ടത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ എന്നായിരുന്നു ഇതുവരെയുള്ള പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇത് എവിടെയെന്ന് കിട്ടിയെന്ന് റിബേഷ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു പോലീസ്. SIT അന്വേഷണം ഏറ്റെടുത്ത അടുത്ത ദിവസം തന്നെ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവള്ളൂർ സ്വദേശിയും DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കറാണ് റിബേഷ് രാമകൃഷ്ണന് വ്യാജ സ്ക്രീൻഷോട്ട് കൈമാറിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജിതിനെ ഇന്ന് SIT വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. ജിതിന്റെ ഫോൺ പരിശോധിച്ച അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനിച്ചു. ജിതിന്റെ മൊഴിയും മറ്റ് തെളിവുകളും കൂടി പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് നീങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വ്യാജ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് അടുത്തെത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ ശാഖാ സെക്രട്ടറി ഇസ്മായിലിന്റെ മൊഴിയും SIT ഇന്ന് രേഖപ്പെടുത്തി. ജിതിൻ ഭാസ്കറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പോലീസ് തേടിയെന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ക്രൈംബ്രാഞ്ച് DYSP T മനോഹരന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ മൊഴിയെടുപ്പ് നടന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.